ഇഞ്ചക്ഷൻ കുത്തിവെച്ച് വരുമ്പോൾ അതിന് നടക്കാൻ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി നല്ലത് ഓക്സി ടെട്രാസൈക്ലിൻ LA എന്ന് പറഞ്ഞിട്ട് കിട്ടും, ലോങ് ആക്ടിങ്. അത് ഒരു പ്രാവശ്യം മാത്രം ഇഞ്ചക്ഷൻ എടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ സാധാരണ നമ്മൾ എപ്പോഴും മേടിച്ചു വെക്കേണ്ട ഒരു അത്യാവശ്യമുള്ള മരുന്നാണ്. എന്താണ് അത്? അതിന്റെ ബോഡി വെയിറ്റ് അനുസരിച്ചിട്ട് അത് കറക്റ്റ് ആ കുപ്പിയിൽ എഴുതിയിട്ടുണ്ടാവും. ഇത്ര കിലോത്തിന് ഇത്ര ബോഡി വെയിറ്റിന് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അതിലുണ്ടാവും. എന്താ? ഇറച്ചിയില കൊടുക്കാം. പിന്നെ ആടിന് വരുന്ന ഒരു സംഭവമാണ് ആർത്രൈറ്റിസ്, കാപ്രൈൻ ആർത്രൈറ്റിസ്. എൻ്റെ വീട്ടിലൊരു 10 പ്രസവം കഴിഞ്ഞ ഒരാടുണ്ട്. അപ്പോൾ അതിനെ നമ്മളൊരു പരീക്ഷണം നടത്തി ചെയ്തതാണത്. റിക്കവർ ആയാലും ഈ കാലിൻ്റെ ഈ മുട്ടിൻ്റെ അവിടെ എപ്പോഴും ഇങ്ങനെ വലിയ ബോളും മാതിരിയൊക്കെ ഉണ്ട്. ആരോഗ്യം പഴയ പോലെ ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരുന്ന ആടുകളെ നമുക്ക് പരമാവധി ഒഴിവാക്കണം നല്ലത്. അത് അതിൻ്റെ ബോഡി വെയിറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞു വരും. അതേമാതിരി മുട്ട് നന്നായിട്ട് തടിച്ചു വരും. ഇടയ്ക്കിടയ്ക്ക് ന്യൂമോണിയ, ഇടയ്ക്കിടയ്ക്ക് ചുമ, അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ വരും. അങ്ങനെയുള്ള സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിനെ ഒഴിവാക്കുകയാണ് എപ്പോഴും നല്ലത്. കാരണം അത് സിവിയറായി കഴിഞ്ഞാൽ നമുക്ക് ചികിത്സിച്ച് മാറ്റുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷെ വളരെ അപൂർവമായിട്ടാണ് അത് വരാറുള്ളൂ. വന്നു കഴിഞ്ഞാൽ നമുക്കത് അറ്റ്ലീസ്റ്റ് അത് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. അടുത്തതാണ് സോർ മൗത്ത്. ഇത് നിങ്ങളുടെ പല ഫാമുകളിലും ഇതിക്ക് മുമ്പ് വന്നിട്ടുണ്ടാവും. ഇതിന് വരാതിരിക്കാനായിട്ട് നമുക്ക് വാക്സിനേഷൻസ് അവൈലബിൾ ആണ്. ഇത് കണ്ടജിയസ് എക്റ്റിമ എന്ന് പറയുന്ന ഒരു വൈറസ് കൊണ്ടുവരുന്ന അസുഖമാണ്. അത്ര അപകടകാരിയൊന്നല്ല. സാധാരണ ഗതിക്ക് ഒരു ഫാമിൽ വന്നു കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാത്തിനും അത് കിട്ടും. പക്ഷെ ഒരു തവണ വന്ന ഫാമിൽ പിന്നീട് അത് രണ്ടാമത് വരാറില്ല. അപ്പോൾ വായേര അവിടെ മാത്രമല്ല, അകിടിന്റെ ഭാഗങ്ങളിലും ആ വായേര അവിടെ വന്നിട്ടുള്ള പോലെ ഇങ്ങനെയുള്ള ഒരു പൊറ്റ പോലെ കാണാറുണ്ട്. ഇത് വന്ന ആടിന്റെ ഒരു പിക്ചറാണത്. മലക്കാമ്പുകളിൽ വന്നിട്ടുള്ളതാണത്. ഇത് വായേര അവിടെ. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല, ഒട്ടും അപകടകാരിയല്ല. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചെറുനാരങ്ങ ഒരു 4 or 6 പീസായിട്ട് നമ്മൾ മുറിച്ചതിന് ശേഷം ആ പൊറ്റ പോലെ ഇരിക്കുന്നതിൽ നന്നായിട്ട് അമർത്തി നമ്മൾ ഉരച്ച് ചെറുതായിട്ട് ബ്ലഡൊക്കെ വരും. അതുകൊണ്ട് ആടിനോ നമുക്കോ പ്രശ്നങ്ങളൊന്നുമില്ല. ആ പൊറ്റ പോകണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ ഡോളോ ജെല്ലെന്ന് പറഞ്ഞൊരു ജെല്ല് കിട്ടും. മനുഷ്യർക്കുള്ള ഒരു ആൻറ്റിബയോട്ടിക്കാണ്. ആ മുറിവിൻ്റെ മുകളിലും വായയിലും അത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അത് മാറും. ഇനി മുലക്കാമ്പിൽ വരുന്നതിന് നമുക്ക് കുറച്ച് നല്ലത് ഫുസിബെറ്റ് എന്ന് പറയുന്ന ഒരു മൾട്ടി പർപ്പസ് ആയുള്ള ഒരു ഓയിൽമെന്റ് ആണ്. ആ ഓയിൽമെന്റ് നമ്മൾ തേച്ചാലും ഒരു 2-3 ദിവസം കൊണ്ടൊക്കെ നമുക്ക് കാമ്പിലുള്ളത് മാറും. വായയിലുള്ളത് എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 6-7 ദിവസമൊക്കെ എടുക്കും റിക്കവർ ആവാനായിട്ട്. ഇത് വന്ന ആട് ചാവൊന്നുമില്ല. പിന്നെ ചാവുന്ന കേസിൽ അതിൻ്റെ വായയിൽ തീവ്രമായിട്ടുള്ള വേദന കാരണം കറക്റ്റായിട്ട് തീറ്റെടുക്കാതൊക്കെ വന്നിട്ട് അത് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലാണ് സാധാരണ മരണകാരണമാവാറുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ ഹോമിയോ ബാക്കിയൊന്നും ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. എന്താണ്? ഇല്ല, അത് വേറെയാണ്. അത് വേറെ അസുഖമാണ്. അത് റിംഗ് ബേൺ എന്ന് പറയും. അത് നമ്മുടെ വേറൊരു സ്ലൈഡിൽ വരുന്നുണ്ട്. ഇതിൻ്റെ തന്നെ വേറൊരു വേരിയേഷൻ വരാറുണ്ട്. അത് പസ്റ്റുലർ എന്ന് പറഞ്ഞ അതൊരു ത്വക്ക് രോഗം കൂടിയാണത്. അത് വരുന്നതും ഇതേമാതിരി തന്നെയാണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ സെയിമാണ്. പിന്നെ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് സെഫറിൻ ബെൻസാത്തൈൻ എന്ന് പറയുന്ന വേറൊരു ഓയിൽമെൻറ്റ് കിട്ടും. അതും തേച്ചാലും നമുക്കത് എഫക്റ്റീവാണ്. അടുത്തത് നമ്മളെ പിങ്കൈ. ഇത് പ്രത്യേകിച്ച് വേനൽക്കാലത്താണ് കൂടുതൽ വരാറുള്ളത്. അത് ആ കണ്ണ് പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാം. ഒരെണ്ണത്തിന് വന്നു കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ ആടുകൾക്കും വരും. ഇത് മെയിനായിട്ട് ഈ അസുഖം കൊണ്ടുവരുന്നത് ചെറിയ ഫ്ലൈസുകളൊക്കെയാണ്. ഈച്ച, അങ്ങനെയുള്ള ചെറിയ ഇതുകളാണ് അത് കൊണ്ടുവരാം. അതേമാതിരി പൊടിക്കോടിയും വരാം. ചില സമയത്ത്
പുല്ല് നമ്മൾ വെട്ടിക്കൊണ്ടുവരുന്ന പുല്ലിക്കോടെയൊക്കെ വരാം. എവിടെയെങ്കിലൊക്കെ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇത് വരാനായിട്ടുള്ള പല സാധ്യതയുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ കണ്ണിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും, നല്ല റെഡ് ആവും. അതിൻ്റെ കോർണിയ നമ്മൾ പിടിച്ചു നോക്കിയാൽ, കോർണിയ എന്ന് വെച്ചാൽ കൃഷ്ണമണി പിടിച്ചു നോക്കി കഴിഞ്ഞാൽ നല്ല ക്ലൗഡി ആയിട്ടിരിക്കും. മാത്രമല്ല ആ വെളിച്ചം എവിടെയുള്ള ഭാഗത്തു നിന്ന് ആട് തല തിരിച്ചിട്ട് ഇരുണ്ട കൂടിലെ വെളിച്ചം കുറവുള്ള ഭാഗത്തേക്ക് തല തിരിച്ചു പോണതും നമുക്ക് കാണാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് ആൻറ്റിബയോട്ടിക്കുകൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. സാധാരണ മനുഷ്യർക്ക് വരുന്ന കണ്ണിൽ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്സ് തന്നെ യൂസ് ചെയ്താലും മതി. വേറൊരു അസുഖമാണ് വൈറ്റ് മസിൽ ഡിസീസ്. ഇത് കേരളത്തിൽ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു അസുഖമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പല മൂലകങ്ങളും നമ്മുടെ പ്രകൃതിയിലില്ല. അപ്പം മൂലകങ്ങൾ പ്രകൃതിയിലുണ്ടെങ്കിലാണ് നമ്മൾ കൊടുക്കുന്ന ധാന്യങ്ങളിലും അല്ലാന്നുണ്ടെങ്കിൽ വെട്ടിക്കൊടുക്കുന്ന പുല്ലിക്കോടെയൊക്കെ അനിമൽസിന് കിട്ടുള്ളൂ. ഉദാഹരണത്തിന് സെലിനിയം പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ സെലിനിയത്തിൻ്റെ അഭാവത്തിൽ വരുന്ന ഒരു അസുഖമാണ് ഇത് വൈറ്റ് മസിൽ ഡിസീസ്. അപ്പോൾ നമ്മൾ അതിന് ട്രീറ്റ്മെൻ്റ് ആയിട്ടും കൊടുക്കുക 68 IU, അതേമാതിരി സെലിനിയം, അതേമാതിരി വിറ്റാമിൻ ഇയും സെലിനിയം തന്നെയാണ് ഇതിനെ നമുക്ക് ട്രീറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കാം. അത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കൈയും കാലൊക്കെ തളർന്നു പോകും. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇത് TTയുടെ ഇതാണ് തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷെ TT വന്നു കഴിഞ്ഞാൽ കൈയും കാലും നല്ല വലിഞ്ഞു മുറുകി സ്റ്റിഫായിട്ട് നിൽക്കും. ഇതങ്ങനെയല്ല, കൈയും കാലും രണ്ട് സൈഡിലോട്ടാണ് പോവുക. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് മിനറൽസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ആടിന് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ അസുഖം വരാനുള്ള സാധ്യത കുറവാണ്. കാരണം ഒട്ടുമിക്ക മിനറൽസിലും വിറ്റാമിൻ സെലിനിയൊക്കെ ഇപ്പോൾ ഓൾറെഡി മാനുഫാക്ചേഴ്സ് ആഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്തതിന് കാരണം. പിന്നെ വേറൊരു ഇതാണ്, അത് കോസ് ചെയ്യുന്നത് കൊക്സിഡിയ, ഇക്കോളി, അതേമാതിരി പല വേമകൾ, സാൽമണല്ല, അങ്ങനെ തുടങ്ങിയ വൈറസുകൾ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ്. ഇത് വന്നു കഴിഞ്ഞാൽ തീറ്റ എടുക്കുന്ന പരിപാടി സാധാരണയായിട്ട് നിൽക്കും. അതേമാതിരി സാധാരണയായിട്ട് സാനിറ്റേഷൻ, വൃത്തിയും ശുചിത്വമൊക്കെ കുറവുള്ള ഫാമുകളിലാണ് കൂടുതലായിട്ട് ഇത് വരാറ്. ഇപ്പൊ ടോൾ ഫീഡൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്യുന്ന പല ഫാമുകളിലും, ഉദാഹരണം പ്രത്യേകിച്ച് നമ്മുടെ ഫൈബറിൻ്റെ ഒക്കെ ഇതുള്ള അപൂർവമായിട്ടാണ് ഇങ്ങനെയുള്ള കേസുകൾ കണ്ടുവരാറുള്ളൂ. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വയറിളക്കവും വരും. അപ്പം ശരീരത്തിൽ സ്വാഭാവികമായിട്ടും ജലാംശം നഷ്ടപ്പെടും. അങ്ങനെ വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കേസ് ORS എന്ന് പറഞ്ഞിട്ട് ഛർദി അതിസാരമൊക്കെ വരുമ്പോൾ ഡോക്ടേഴ്സ് കുട്ടികൾക്ക് കൊടുക്കുന്ന അത് തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ നന്നായിട്ട് ചാലിച്ചിട്ട് നമ്മൾ കൊടുത്താൽ മതി. പിന്നെ വേറെ നമ്മൾ കണ്ടുവരുന്ന സീരിയസ് ആയിട്ടുള്ള ഒരു കേസാണ് അബോർഷൻസ്. അപ്പോൾ പല ഫാമുകളിലും അബോർഷൻസ് സംഭവിക്കാറുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ ക്ലോസ്ലി വാച്ച് ചെയ്താൽ മാത്രമേ എന്തുകൊണ്ടാണ് അബോർഷൻ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനൊരു റീസണാണിത്. ഇത് എൻസൂട്ടിക് അബോർഷൻ എന്ന് പറയും. ഇത് അധികം കണ്ടുവരുന്നത് നമ്മുടെ ആ പ്രഗ്നൻസിയുടെ ലാസ്റ്റ് സ്റ്റേജിലാണ്, പ്രത്യേകിച്ച് ഒരു 3-4 മാസമൊക്കെ ആകുമ്പോൾ. അപ്പോൾ അങ്ങനെ വന്ന് നമുക്ക് വളരെ റെയർലി ആയിട്ടാണ് അതിൻ്റെ ആ ഒരു വിസിബിൾ സൈൻസ് ഒക്കെ അറിയാനായിട്ട് പറ്റുള്ളൂ. വാക്സിനേഷനാണ് ഇതിന്, അതായത് നമ്മൾ ആടിനെ ബ്രീഡ് ചെയ്യുന്നതിന് മുമ്പ് ഇതിന് വേണ്ട വാക്സിനേഷൻ എടുക്കുകയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഇൻ കേസിൽ വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിന് നമ്മൾ ഉപയോഗിക്കുന്നത് ടെട്രാസൈക്ലിൻ ആൻറ്റിബയോട്ടിക് തന്നെയാണ്. ടെട്രാസൈക്ലിൻ തന്നെയാണ് കൊടുക്കുക. മുമ്പ് നമുക്ക് വാക്സിനേഷൻ മേടിക്കാൻ കിട്ടും, അത് കോമ്പിനേഷൻ ആയിട്ടാണ് വരാറ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പല വാക്സിനേഷൻസും നമുക്ക് കേരളത്തിലില്ല. അപ്പോൾ നമ്മളിങ്ങനെ ആട് കർഷകരുടെ ഒരു കൂട്ടായ്മയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബൾക്കായിട്ട് മരുന്ന് ബാംഗ്ലൂരിൽ നിന്നും അല്ലാന്നുണ്ടെങ്കിൽ പുറമേ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് ഓരോ ഏരിയയിലുള്ള കൃഷിക്കാരുടെ വീടുകളിൽ സൂക്ഷിച്ച് ആർക്ക് ആവശ്യമുള്ള എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ ഇതാണ് ഗോട്ട് പോളിയോ.
അപ്പോൾ ഗോട്ട് പോളിയോ വന്നിട്ടുള്ള ഒരുപാട് കേസുകളിൽ നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ എനിക്ക് തോന്നുന്ന ഒരു ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് ആണെന്ന് തോന്നുന്നു. ചികിത്സിക്കുന്നതിൽ ഒരു 95% ചത്തുപോകാറ് പതിവ്. പക്ഷേ നമ്മളുടെ ഒരു എക്സ്പീരിയൻസിൽ ഒരു 95% കേസുകളും റിക്കവർ ആവാറുണ്ട്. ഈവൻ നമ്മുടെ സഹിച്ചേണ്ട ഫാമിലി തന്നെ ഒരു 3-4 അനിമൽസ് വന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് വെട്ടാൻ കൊടുക്കാൻ ആളെ വിളിച്ചത് വരെ കറക്റ്റായിട്ട് റിക്കവറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മസിലൊക്കെ നല്ല റിജിഡായിട്ടിരിക്കും, വയറിളക്കം സ്റ്റാർട്ട് ചെയ്യും, ഇങ്ങനെ വട്ടം കറങ്ങാൻ തുടങ്ങും ആട്. ഇങ്ങനെ വട്ടം കറങ്ങി അതിൻ്റെ സാവധാനം അതിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ പോവും. അതിൻ്റെ ഒരു മൂർധന്യത്തിലെത്തുന്ന ഒരവസ്ഥയിൽ നമ്മൾ കണ്ണിൻ്റെ മുമ്പിൽ ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാഴ്ച പോലും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 24 മുതൽ 72 മണിക്കൂറിനുള്ളിൽ ഉറപ്പായിട്ടും മരണം സംഭവിക്കുന്ന കേസാണ് ഗോട്ട് പോളിയോ. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട അതിൻ്റെ വാക്സിനേഷൻ എന്താണെന്ന് വെച്ചാൽ തിയാമൈനും പെൻസിലിനാണ് കൊടുക്കുക. അത് പ്രൊക്കൈൻ പെൻസിലിൻ. അപ്പോൾ പ്രൊക്കൈൻ പെൻസിലിൻ നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ തിയാമൈനും കൊടുക്കണം. തിയാമൈൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വിറ്റാമിൻ ഡെഫിഷ്യൻസി വരും. അപ്പോൾ അത് നമ്മൾ 3 ഇരട്ടി ഡോസിൽ 6 മണിക്കൂർ ഇടവിട്ടാണ് സാധാരണ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഒരു 4 കോഴ്സ് ചെയ്തിരിക്കും. യൂഷ്വൽ കേസിൽ ഒരു 75-80% കേസുകളിലൊക്കെ കൈക്കുള്ളിൽ റിക്കവർ ആവും. ഇനി അത് റിക്കവർ ആയില്ലെങ്കിലാണ് നമ്മൾ ഒരു പ്രാവശ്യം കൂടി വീണ്ടും ചെയ്യേണ്ടു. ഇത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് നാട്ടിൽ വെറ്റിനറി ഡോക്ടേഴ്സിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ കേസിൻ്റെ ഇതിൽ അവർ നമുക്ക് കാര്യമായിട്ട് ഹെൽപ്പ് കിട്ടാറില്ല. അവർ വന്നിട്ടുള്ള ഒട്ടുമിക്ക കേസുകളിലും ആട് ചത്തുപോകാറാണ് പതിവ്. ഞാൻ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തുന്നതല്ല, നമ്മുടെ ഫീൽഡിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ഒരു റിയൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതാണ്. പിന്നെ ഉള്ള അസുഖമാണ് ഫുട്ട് ആൻഡ് മൗത്ത്, അല്ലെങ്കിൽ നമ്മൾ FMD എന്ന് പറയുന്നത്. ആടിന് വളരെ റെയറായിട്ടാണ് ഫുട്ട് ആൻഡ് മൗത്ത് ഒക്കെ വരാറുള്ളൂ. പശുക്കൾക്കൊക്കെ വളരെ കോമൺ ആയിട്ട് വരും. പക്ഷേ നമ്മൾ 5-10 ആടൊക്കെ വളർത്തുന്ന ഒരു കേസിൽ ഇപ്പം FMDക്ക് ഒന്നും നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷേ ഒരു 100-200-300 ആടൊക്കെ വളർത്തുന്ന ഒരു ഫാമിലി FMD വന്നു കഴിഞ്ഞാൽ യൂഷ്വൽ കേസിൽ അബോർഷൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ, ആടുകൾ ചത്തുപോകാറില്ല. കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് 1-2 പിക്ചറുകളുണ്ട്. അതിൻ്റെ കാലിൻ്റെ ആ കുളമ്പിൻ്റെ ഇടയിലൊക്കെ അങ്ങനെ വ്രണങ്ങൾ വരും. വായ നമ്മൾ പിടിച്ചിട്ട് മുന്നിലെ ആ ചുണ്ട് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴെ കറക്റ്റായിട്ട് നമുക്ക് വ്രണങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇത് വന്ന് അതേമാതിരി മുൻവശത്ത് നമ്മൾ മുകളിൽ മോണം നോക്കിയാലും അതിൽ വ്രണങ്ങൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വേദന കാരണം ആട് തീറ്റെടുക്കുന്നത് നിർത്തി ഗ്യാസ് വന്നിട്ടാണ് ഇങ്ങനെയുള്ള ഒരു FMD വരുന്ന ഫാമിൽ ഒരു മെയിനായിട്ട് ആടുകൾ ചത്തുപോകാറുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ FMD വന്നു കഴിഞ്ഞാൽ ഇതിനും നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ഡൈഗ്രസ്റ്റിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റിബയോട്ടിക് ഉണ്ട്. അത് ഒരു ഇരട്ടി ഡോസിൽ നമ്മൾ അടുപ്പിച്ച് 5 ദിവസം ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ തീറ്റ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഡോളോജെല്ല് അതിൻ്റെ വായയിൽ ഒരു 5 തുള്ളി വെച്ച് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഡോളോജെല്ല് കൊടുത്തു കഴിയുമ്പോൾ അത് ആൻറ്റിബയോട്ടിക്കാണ്. അതുകൂടാതെ വായ നന്നായിട്ട് മരയ്ക്കും, കറക്റ്റായിട്ട് തീറ്റ എടുക്കും. വന്നു കഴിഞ്ഞാൽ മിനിമം ഒരാഴ്ച തന്നെ എടുക്കും. ചില 10 ദിവസം വരെ എടുക്കാറുണ്ട് അത് മാറാനായിട്ട്. അതോടൊപ്പം കുളമ്പിൻ്റെ ഇടയിലൊക്കെ വരുന്നത് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒന്നിലും നമ്മൾ ചെറുനാരങ്ങ അതല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ വ്രണങ്ങളൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ ഈ ഡോളോജെൽ അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ വരുന്നൊരു അസുഖമാണ് ജോൺസ് ഡിസീസ് എന്ന് വെച്ചാൽ അതിൽ ശരീരത്തിലെ ബ്ലഡിലെ ചുവന്ന രക്താണുക്കളുടെ എണ്ണൊക്കെ ഭയങ്കരമായിട്ട് കുറയും. ആട് എല്ലും തൊലിയാവും. നമ്മൾ എന്തൊക്കെ തീറ്റ കൊടുത്തു കഴിഞ്ഞാലും നന്നാവില്ല. അപ്പോൾ അതിന് നമുക്ക് കാര്യമായിട്ട് ട്രീറ്റ്മെൻറ്റുകളോ കാര്യങ്ങളോ ഇല്ല. പക്ഷെ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആടുകളെ നമ്മൾ നമ്മുടെ ഫാമിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്.
പക്ഷെ വളരെ ഏർലി സ്റ്റേജിൽ നമ്മൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലേറ്റഡ് ആയിട്ടുള്ള അയേണും അതേമാതിരി സിങ്കും വരുന്ന ഒരു ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നന്നായിട്ട് പ്രതികരിക്കുന്നതായിട്ട് കാണാറുണ്ട്. RBC രക്തം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ബ്ലാക്ക് ലെഗ് എന്ന് പറഞ്ഞിട്ട് ഇത് മെയിനായിട്ട് നമുക്ക് വരുന്നത് മണ്ണിൽ നിന്ന് വരുന്ന ഒരു ബാക്ടീരിയ വഴിയാണ് വരിക. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ട ട്രീറ്റ്മെന്റ് പെൻസിലിൻ തന്നെയാണ്. അത് നമുക്ക് ആന്റിബയോട്ടിക് നമ്മൾ ഹെവി ഡോസായിട്ട് അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റിക്കവർ ആവാറുള്ളൂ. ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഇരട്ടി ഡോസ് നമ്മൾ അടുപ്പിച്ചൊരു 5 ദിവസം വന്നാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ലക്ഷണങ്ങൾ നല്ല ബോഡി ടെമ്പറേച്ചർ ഉണ്ടാവും, അതേമാതിരി തീറ്റ എടുക്കാതിരിക്കും, മടി പോലെ ഒരു സൈഡിലേക്ക് വയ്യാത്തമാതിരി മാറി നിൽക്കും, തല ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തലയിൽ ചെറുതായിട്ട് നീരുണ്ടാവും. അതേമാതിരി ആട് നടക്കുമ്പോൾ അതിൻ്റെ മസിലും ശരീരത്തിലൊക്കെ നന്നായിട്ട് വേദനയുള്ള പോലെ നമ്മൾ തള്ളി നീക്കുമ്പോൾ തന്നെ ഇപ്പം നമുക്ക് തന്നെ ശരീരത്തിൽ വേദനയുള്ളപ്പോൾ നമ്മളായാലും തള്ളി നീക്കുകയാണെങ്കിൽ നമുക്ക് ആ എക്സ്പ്രഷനിൽ നിന്നൊക്കെ അറിയാനായിട്ട് പറ്റും. വേറെ സ്ഥിരം ആടുകൾ ചാവുന്ന ഒരു കാര്യമാണ് ബ്ലോട്ട്, അതായത് ഗ്യാസ്. അത് ഗ്യാസ് വന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വയറ്റിൽ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ശരിക്കും വയറ് നന്നായിട്ട് നല്ല ടൈറ്റായിട്ട് വീർത്ത് നിൽക്കും. അപ്പോൾ ചെറിയൊരു സർജിക്കൽ നൈഫ് നമ്മുടെ വീട്ടിൽ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ വാരിയല്ലുകളുടെ ഇപ്പുറത്തുള്ള സൈഡിൽ പതുക്കെ നമ്മൾ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കും, പക്ഷെ ആ ഗ്യാസ് കംപ്ലീറ്റ് പോയിട്ട് വയറ് നോർമലാവും. അതോടൊപ്പം തന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു 50-60 മില്ലി വെളിച്ചെണ്ണ വലിയ ആടിന് കൊടുക്കാം. അതേമാതിരി സോഡിയം ബൈകാർബണേറ്റും കൊടുക്കാം. അതിനെ കൂട്ടിയിൽ നിന്ന് പുറത്തിറക്കിയിട്ട് നമ്മളൊരു 5-6 റൗണ്ട് നടത്തിക്കണം. അപ്പോൾ വെളിച്ചെണ്ണ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൂട്ടിൽ കയറ്റി വിട്ട് കഴിയുമ്പോൾ രണ്ടാമത് വീണ്ടും ഗ്യാസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ചത്തുപോകും. ഗ്യാസ് 2-3 കാരണങ്ങൾ കൊണ്ട് വരാറുണ്ട്. ഒന്ന്, ദഹനം സംഭവിച്ച തീറ്റയിലുള്ള വല്ല വ്യത്യാസങ്ങളോ തീറ്റയിൽ വന്നിട്ടുള്ള വല്ല വിഷാംശങ്ങളോ അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ട് വരാറുണ്ട് ബ്ലോട്ട്. അത് ഇതെൻ്റെ അതിൻ്റെ പിക്ചറിൽ നമ്മുടെ വാരിയല്ലുകളുടെ അവസാന ഭാഗത്തായിട്ട് കണ്ട ഇതിലായിട്ട് ഈ വശത്തായിട്ട് ഒരു ചെറിയ ഹോൾ ഇട്ടാൽ മതി. അതായത് നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ ബ്ലഡിന്റെ സാമ്പിൾ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ നീഡിൽ വെച്ച് നമ്മൾ കുത്തണമല്ലേ, അതുപോലെ ചെറിയ സർജിക്കൽ നൈഫ് അടിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി. അത് സൂക്ഷിച്ചിങ്ങനെ പതുക്കനെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അതിൽ പോകും. ഇനി അത് ചെയ്യാൻ പേടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലാർജ് സൈസ് നീഡിൽ, അതായത് ഒരു 16-ൻ്റെയോ 14-ൻ്റെയൊക്കെ നീഡിൽ കിട്ടുന്നുണ്ടെങ്കിൽ വെറ്റിനറി നീഡിൽ അത് വയറ്റിൽ ഇങ്ങനെ കുത്തി വെച്ചിട്ട് വയറിങ്ങനെ നമർത്തി കൊടുത്താലും ആ നീഡിലേക്ക് കൂടെ നന്നായിട്ട് ഗ്യാസ് പോകും. ഏതാ വയറിന്റെ സൈഡില് ആ അല്ല റിബിന്റെ ലാസ്റ്റ് റിബിന്റെ പിറകിലോട്ട് കണ്ട ഏകദേശം ഈ ഒരു പോർഷനിലായിട്ട്. ഒരു മിനിറ്റ് നോക്കട്ടെ. ഏകദേശം ഈ പോർഷനിലായിട്ട് കാണാൻ പറ്റണ്ട ഒരു റെഡ് കളർ കാണുന്നില്ലേ? കാണണ്ട? അത് നമുക്ക് അവിടെയായിട്ട് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ പലപ്പോഴും ആ ടൈമിംഗ് ആണ് ഇമ്പോർട്ടന്റ്. ഇപ്പൊ നമ്മള് രാത്രി ആയിരിക്കും, ഡോക്ടറെ വിളിക്കാൻ പറ്റില്ല, ഡോക്ടർ ഉണ്ടാവണമെന്നില്ല. അപ്പൊ രാവിലെ വരെ നമ്മൾ കാത്തു വെച്ചാൽ ആട് ഉറപ്പായിട്ട് ചത്തുപോകും. ായിട്ട് നമ്മൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ബ്രുസെല്ലിയസ് അത് നമുക്ക് സാധാരണ വരുന്ന ഒരു അസുഖമാണ്. പക്ഷെ അതിന് നമുക്ക് വാക്സിനേഷൻ ഉണ്ട്. വാക്സിനേഷൻ ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് നമ്മൾ വാക്സിനേഷൻ എടുക്കണം. കാരണം ഒരാടിന് മാത്രമല്ല, വരുവാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഫാമിലെ ഒട്ടുമിക്ക എല്ലാ ആടുകൾക്കും വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അതുകൊണ്ട്
ഒരു കാരണവശാലും നമ്മൾ ഒരെണ്ണത്തിന് മാത്രമായിട്ട് അല്ല വരിക. അപ്പോൾ വാക്സിനേഷനുകൾ നിർബന്ധമായിട്ട് നമ്മൾ എടുക്കണം. ഇത് വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് 2 മാസത്തെ പ്രഗ്നൻസിയിൽ അത് ഗർഭം അലസി പോകാനുള്ള സാധ്യതയുണ്ട് ബ്രൂസെല്ലിയസ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് വാക്സിനേഷൻ എടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. അവൈലബിൾ ആണ്. അല്ല, പ്രിവെന്റീവ് മെഡിസിൻസ് മാത്രമേ ഉള്ളൂ, കറക്റ്റീവ് മെഡിസിൻസ് ഒന്നുമില്ല. അതായത് അസുഖം വരുന്നതിന് മുമ്പ് ഉള്ള വാക്സിനേഷൻസ് മാത്രമേ ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ടൊന്നുമില്ല. അതുമാതിരി കെസിയോസ് വന്നു കഴിഞ്ഞാലും അതൊരു ബാക്ടീരിയയാണ് ഈ അസുഖം ഉണ്ടാക്കണേ. അത് നമ്മുടെ ആടിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലൊക്കെ ചെറിയ മുറിവുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കൂടെയാണ് ആ ബാക്ടീരിയ നമ്മുടെ ലിംസിന്റെ നോഡിന്റെ ഉള്ളിൽ പ്രവേശിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ലിംസിന്റെ ഗ്ലാൻസ് ഒക്കെ പതുക്കനെ ചെറുതായിട്ട് നീര് വരും. നമുക്കത് ചെറിയ വെറ്റിനറി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അതാണോ എന്ന് അറിയാൻ പറ്റും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നമ്മൾ ആ ആടിനെ കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തണം. നമുക്ക് അയഡിൻ ഉപയോഗിച്ചിട്ട് പല പ്രാവശ്യം ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ക്യൂർ ചെയ്യാനായിട്ട് പറ്റും. കോളിക്ക് പിന്നെ അപൂർവമായിട്ട് നമ്മുടെ അവിടെ കേസ് വരാറ്. ഫ്ലോപ്പി ഡെസ്ക് സിൻഡ്രോമും വളരെ റയറായിട്ട് വരുന്ന കേസുകളാണ്. അടുത്തതാണ് മസ്റ്ററ്റിസ്, അകിട് വീക്കം. അകിട് വീക്കം നമ്മുടെ ആടിൻ്റെ അകിട് ശരിക്ക് ഒരു സ്പോഞ്ച് പോലെയാണ്. ഇപ്പം നമ്മൾ മറ്റേ സിനിമാ തിയേറ്ററിലൊക്കെ ചെല്ലുമ്പോൾ കാണാം, ശ്വാസകോശം ഒരു സ്പോഞ്ച് പോലെയാണെന്നുള്ള പരസ്യം കേൾക്കുമ്പോഴേക്ക് ആൾക്കാർ ചിരിക്കാൻ തുടങ്ങും. അപ്പം അതുമാതിരി തന്നെ നമ്മുടെ അകിടും ഒരു സ്പോഞ്ച് പോലെയാണ്. അപ്പം നമ്മൾ ആട് കുഞ്ഞുങ്ങൾ പാല് കുടിച്ചു കഴിഞ്ഞിട്ടോ കറന്നു കഴിഞ്ഞിട്ടോ നിലത്ത് കിടക്കുമ്പോൾ ഒരു 10-30 മിനിറ്റ് പിടിക്കും അതിൻ്റെ ആ മുലക്കാമ്പുകളിലെ ആ ഹോള് അടയാനായിട്ട്. അപ്പം അതിൽ കൂടെയാണ് ബാക്ടീരിയ അതിൻ്റെ ഉള്ളിൽ കയറുക. ആ കയറിയാണ് ബാക്ടീരിയകൾ ആദ്യം ഉണ്ടാക്കുക അതിൻ്റെ ഉള്ളിൽ നീരാണ്. അപ്പം നീര് വന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ആവുമ്പോൾ അതിലെ കോശങ്ങൾ സ്വെല്ലിങ്ങിൻ്റെ ഇടയിൽ നീരിന് നശിച്ചു പോവുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ തുടക്കത്തിലേ തന്നെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ കറക്കുന്ന ആടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അപൂർവമായിട്ടാണ് 2 കാമ്പിലും വരാറുള്ളൂ. ഏതെങ്കിലും ഒരു കാമ്പിൽ മാത്രമേ അത് വരാറുള്ളൂ. അപ്പോൾ പിടിക്കുമ്പോൾ 2 കാമ്പിലും തമ്മിലുള്ള ചൂടിൻ്റെ ഡിഫറൻസ് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ആടിനെ കറക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത്ര നാൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി കറക്കുമ്പോൾ ശ്രദ്ധിക്കാം. രാവിലെ വന്നിട്ട് നമ്മൾ അകിടൊക്കെ കഴുകി വൃത്തിയാക്കി പാല് കറക്കാൻ പോകുമ്പോൾ അകിടിൽ പിടിക്കുമ്പോൾ ഒരകിടിന് ചൂട് കൂടുതലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അകിട് വീക്കാന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് കഴിഞ്ഞ് ഒരു 10 ദിവസത്തോളൊക്കെ ആയിട്ടാണ് ബാഹ്യമായിട്ടുള്ള ലക്ഷണങ്ങൾ വരുള്ളൂ. പിന്നെ ക്രമേണ നീര് വരാനായിട്ട് തുടങ്ങും. നീര് വന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ കട്ടയൊക്കെ വരാൻ തുടങ്ങും. കട്ട വന്നതിന് ശേഷം പിന്നെ വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പലരും ആ വെള്ളം മാത്രം വരുന്ന സ്റ്റേജിലൊക്കെ തിരിച്ചറിയാറുള്ളൂ. അപ്പോൾ ആ സ്റ്റേജിൽ പിന്നെ നമുക്ക് ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. പ്രിലിമിനറി സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എൻഡ്രോസിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ നമുക്ക് അടിച്ചു കൊടുക്കാം, മസിലിലടിക്കാം. ഇനി ഇത്തിരി സിവിയറൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കോമ്പിനേഷനായിട്ട് ചെയ്യാം, ജെൻഡാമൈസിനും എൻഡ്രോസിനും പകുതി. പക്ഷെ 2 മരുന്നുകളും ഒരു കാരണവശാലും മിക്സ് ചെയ്യാനായിട്ട് പാടില്ല. 2 മരുന്നുകളും സെപ്പറേറ്റ് ആയിട്ട് 2 തുടയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതോടൊപ്പം തന്നെ ആ നീര് പറ്റാനായിട്ടുള്ള വിസ്പർക്ക് പോലെയുള്ള ഓയിൽമെന്റുകൾ പറ്റി കൊടുക്കാം. അതല്ലെങ്കിൽ റെഡോബറ്റ് എന്ന് പറഞ്ഞിട്ട് ആയുർവേദ ഇതുകൾ വരുന്നുണ്ട്. അത് സുർക്കയിൽ നന്നായിട്ട് ചാലിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അകിടിയിൽ പുരട്ടി കൊടുക്കണം. അപ്പോൾ ഒരു ആന്റിബയോട്ടിക് അടിച്ച് പറ്റി കൊടുത്താൽ ഒരു 2ാമത്തെ ദിവസം തന്നെ വ്യത്യാസം അറിയാം. ഒരു 3-4 ദിവസം കൊണ്ട് കറക്റ്റായിട്ട് അത് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആന്റിബയോട്ടിക് യൂസ് ചെയ്യണം. പിന്നെ ആടിനെ നമ്മൾ കറവ നിർത്തി അടുത്ത ഒരു പ്രസവത്തിൻ്റെ അടുത്ത ചെന പിടിക്കുന്ന കാലത്തേക്ക് വന്നിട്ട് നമ്മൾ പാല് നിർത്തുന്നത് ഒറ്റ ദിവസം കൊണ്ട് നിർത്തി കളയരുത്. 2 നേരം കറക്കണ ആടാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ മാറ്റിയതിന് ശേഷം നമ്മൾ 1 നേരം ആക്കാം. അതല്ല നമ്മൾ കറവില്ല എന്നുണ്ടെങ്കിൽ 99% ആടുകൾക്കും ഒരു പ്രശ്നമില്ല, തന്നെ നാച്ചുറലായിട്ട് തന്നെ അത് പാല് കുറഞ്ഞ് വറ്റിപ്പോകും. നമ്മൾ പാല് കൂടുതലുള്ള കറവ ഉള്ള ആടുകൾക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ 2 നേരമുള്ള കറവ 1 നേരം ആക്കാം.
പിന്നീട് ഒന്നരാടം വിട്ടാക്കാം. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ പതുക്കനെ അത് നിർത്താം. അപ്പോൾ തീറ്റയും നമ്മൾ ആ ഒരാഴ്ചയിൽ സ്വല്പം കുറയ്ക്കണം. പിന്നെ മൈക്കോടോക്സിൻ, അഫ്ലോടോക്സിൻ ഒക്കെ കേട്ടിട്ടുണ്ടോ? നമ്മുടെ കേരളത്തിന്റെ ഈ കോസ്റ്റൽ സ്ട്രെച്ച് ആയ കാരണം നമ്മൾ ഇതിൽ തീറ്റ സാധനങ്ങൾ നമ്മൾ സൂക്ഷിക്കുമ്പോൾ അതിൽ ഭയങ്കരമായിട്ട് പൂപ്പൽ വിഷബാധകൾ വരാറുണ്ട്, അഫ്ലോടോക്സിൻ മൈക്കോടോക്സിൻ ഒക്കെ പോലെയുള്ളത്. അപ്പോൾ വന്നിട്ട് നമ്മൾ ലിവർ ടോണിക് ഒക്കെ കൊടുക്കുന്നേക്കാളും വളരെ നല്ലത് നമ്മൾ തീറ്റ മിക്സ് ചെയ്യുമ്പോൾ അതിൽ തന്നെ ആന്റിടോക്സിൻസ് ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ അവിടെ പുറമെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, അതിൽ ടോക്സിൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ അഫ്ലോടോക്സിനോ മൈക്കോടോക്സിനോ ഒക്കെ ഉണ്ടെങ്കിൽ ബൈൻഡ് ചെയ്തിട്ട് കാട്ടത്തേക്കോടെ കളയും. അപ്പോൾ ഒരു രീതിയിലും എഫക്റ്റ് ചെയ്യില്ല. വന്നിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് തീറ്റക്കോടെ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ ഒരു സുഹൃത്ത് നേരത്തെ ചോദിച്ചതാണ് ഒരു വട്ടത്തിൽ ചില പാടുകളൊക്കെ കാണുന്നത് ആടുകളുടെ. അങ്ങനെ എന്തെങ്കിലും പാടുകൾ കണ്ടിട്ടുണ്ട് ആടിന്റെ? ഏകദേശം ഇവിടെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ട ഈ ഒരു വട്ടത്തിനുള്ളിൽ കണ്ട? അത് പല രീതിയിൽ വരാറുണ്ട്. ഇത് ചെവിയിൽ ഇങ്ങനെയൊക്കെയുള്ള പാടുകളായിട്ട് കാണാറുണ്ട്. ചിലതിൻ്റെ മൂക്കിൽ അല്ലെങ്കിൽ കവിളിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കാണാറുണ്ട്. ചിലത് വളരെ ഡീപ്പായിട്ട് ഒരു റിങ് മാതിരി തന്നെ തടിച്ചിരുന്ന് അവിടുത്തെ രോമം കൊഴിഞ്ഞ് ഇങ്ങനെയും കാണാറുണ്ട്. ഇതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ നമുക്കതിന് വളരെ എളുപ്പത്തിൽ ട്രീറ്റ് ചെയ്യാം. വലിയ ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നുമല്ല. നമുക്ക് 1-5% വീര്യമുള്ള ലൈം സൾഫർ, അതല്ലെങ്കിൽ 1:10 അനുപാതത്തിൽ ബ്ലീച്ച്, അതല്ലെങ്കിൽ 1:2 അനുപാതത്തിലുള്ള കപ്റ്റാൻ, അതല്ലെങ്കിൽ നമ്മൾ തുരിശും ഫോർമലിനും തുരിശും പ്രൊവിഡോണൈഡിനും 5% നേർപ്പിച്ച് 3 മിക്സ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് പരത്തി കൊടുത്താൽ മതി. അപ്പോഴും അത് ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് പോകും. പക്ഷെ അത് ട്രീറ്റ് ചെയ്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആടുകൾക്ക് അത് ബാധിക്കും. ഇത് ബോട്ടിൽ ജോ എന്ന് പറയുന്ന ഒരു ഇതാണ്. ഇതൊരു വ്യായാമമാണ്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആടിൻ്റെ മോണ പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കളറിൽ നമുക്കൊരു വേരിയേഷൻ അറിയാം. അതേമാതിരി സ്മെല്ലിലൊക്കെ വ്യത്യാസം ഉണ്ടാവും ഇതുണ്ടെങ്കിൽ. പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് വേറെ ഗുളികൾ കൊടുക്കുന്ന ഫാമുകളിൽ ഇതൊന്നും വലിയ ഇഷ്യൂസോ പ്രശ്നങ്ങളോ നമുക്ക് ഉണ്ടാക്കാറില്ല. പിന്നെ ഈ കാണുന്ന പരാത ജീവികൾ, ഇതും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇത് കടിച്ചു കഴിഞ്ഞാൽ അസുഖങ്ങൾ വരും. അത് അതിൻ്റെ ആടിൻ്റെ യൂറിൻ്റെ കളറൊക്കെ മാറും, യെല്ലോ അല്ലെങ്കിൽ കട്ടൻ ചായയുടെ കളറൊക്കെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബെർണിൽ എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഒരു 2-3 ചില കേസുകളിൽ സിവിയറായിട്ടൊക്കെ വന്നിട്ടുണ്ട്. തീറ്റ എടുക്കുന്നില്ല, മൂത്രത്തിൻ്റെ കളർ വരുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ 2 ദിവസമൊക്കെ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. വന്നു കഴിഞ്ഞാൽ ടോട്ടലി നമുക്ക് റിക്കവർ ചെയ്യും. പക്ഷെ ഇത് വരാതെ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. വരാതെ നോക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഒന്നിലോ ഐവർമെറ്റിൻ LA എന്ന് പറയുന്ന ഇഞ്ചക്ഷനുണ്ട്. അത് 50 കിലോ ബോഡി വെയ്റ്റിന് 1 മില്ലി, അതായത് 25 കിലോ താഴെയുള്ള ആടുകളൊക്കെ ആണെങ്കിൽ 1/2 മില്ലി നമ്മൾ തൊലിയുടെ അടിയിൽ അടിച്ചാൽ മതി. അതല്ലെങ്കിൽ ഡൊറാമെക്റ്റിൻ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷനുണ്ട്, ഫൈസർ കമ്പനിയുടെയാണത്. അത് നമ്മൾ 25 കിലോ ബോഡി വെയ്റ്റ് താഴെയാണെങ്കിൽ 1/2 മില്ലി തൊലിയുടെ അടിയിൽ, 50 വലിയ ആടുകളൊക്കെ ആണെങ്കിൽ 1 മില്ലി. എല്ലാ 3 മാസം കൂടുമ്പോൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലി ഇത് ഒഴിവാക്കാം. ഇതും വേറൊരു തരത്തിലുള്ള വരയാണ്. പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് വേറെ ഗുളികളും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കാണാറില്ല, ഫ്രഞ്ച് വേമ കാണാറില്ല. പിന്നെ ഇത് സാധാരണ കൂടുകളിലെ ആടുകളെ വളർത്തുന്നിടത്താണ് കാണാറുള്ളത്. അപൂർവം സ്റ്റോൾ ഫീഡ് ഫാമുകളിലും കാണാറുണ്ട്. ഇതൊരു നാടവരയാണ്. ഇതിൻ്റെ ചെറുകുടലിലാണ് ഇത് സാധാരണ കാണാറ്. ഇത് അധികം പുറത്ത് വരിക വേനൽക്കാലത്താണ്. പാടിൻ്റെ കാട്ടൊക്കെ പോയോടത്ത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് അറിയാം, തിരിച്ചറിയാനായിട്ട് പറ്റും. അപ്പോൾ തന്നെ നമ്മൾ അതിന് വേണ്ട വേറെ ഗുളികകൾ കൊടുക്കണം. ഒന്നിലോ ആൽബൻഡസോളോ അല്ലാന്നുണ്ടെങ്കിൽ നിക്ലോസമൈഡോ ഏതെങ്കിലും ഒരെണ്ണം കൊടുത്താൽ മതി. കറക്റ്റായിട്ട് നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. അങ്ങനത്തെ എന്തെങ്കിലും വിറകൾ കണ്ടിട്ടുണ്ടോ?
അപ്പോൾ നമ്മൾ ഒരു ഫാമിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യേണ്ട കേസുകൾ ശുചിത്വമാണ്. കറക്റ്റായിട്ട് ശുചിത്വം പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അസുഖങ്ങൾ നമുക്ക് തടയാനായിട്ട് സാധിക്കും. അതേമാതിരി കറക്റ്റായിട്ട് വാക്സിനേഷൻ, ഇത്രയും കാര്യങ്ങൾ, അതേമാതിരി ആടുകളുടെ റെക്കോർഡുകൾ, നമ്മൾ ബോഡി വെയിറ്റ് ഒക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ എല്ലാ മാസവും നോക്കിയിട്ട് കുറിച്ച് വെക്കണം. കാരണം ഈ രീതിയിലുള്ള എന്ത് അസുഖം വരുന്ന ആടാണെന്നുണ്ടെങ്കിലും നമ്മൾ അടുത്ത തവണ ബോഡി വെയിറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ വെയിറ്റിൽ വ്യത്യാസം കാണിക്കും. അപ്പോൾ നമുക്ക് ഫർദറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും കറക്റ്റീവായിട്ടുള്ള മെഷേഴ്സ് എടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് സമയം കിട്ടും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ രാവിലെ നടന്ന ക്ലാസ്സിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഗുളികയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ മാസവും കൊടുക്കണം. അത് ഒരേ ഗുളിക തന്നെ കൊടുക്കാനായിട്ട് പാടില്ല. ഇപ്പൊ അൽബൻഡസോള കൊടുത്തെന്നുണ്ടെങ്കിൽ അടുത്തത് ഫെൻബൻഡസോള കൊടുക്കുക. അങ്ങനെ ഓരോ ടാബ്ലറ്റ്സ് മാറി മാറി അതിന്റെ കറക്റ്റ് ഡോസേജ് അനുസരിച്ചിട്ട് കൊടുക്കണം. പിന്നെ വിരഗുളിക കൊടുക്കുന്നേക്കാളും നമുക്ക് ഏറ്റവും നല്ലത് ഡൊറാമെക്റ്റിൻ എന്ന് പറയുന്ന ഒരു മരുന്നാണ്. അത് നമുക്ക് ആ വിരഗുളികയുടെ പൈസ മാത്രമേ വരുള്ളൂ. പക്ഷെ വിര മാത്രമല്ല, ആടിന്റെ ശരീരത്തിൽ വരുന്ന ചെള്ള്, പേന്, പട്ടുണ്ണി ഇങ്ങനെയുള്ള ഒരു സാധനങ്ങൾ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഒരുപാട് ത്വക്ക് രോഗങ്ങളും നമുക്ക് അതുവഴി മാറ്റി നിർത്താനായിട്ട് കഴിയും. 50 മില്ലിക്ക് ഏകദേശം 1000 രൂപയോടത്തോളം വരും. പക്ഷെ നമുക്ക് 20 വലിയ ആടുകൾക്കോ 40 ചെറിയ ആടുകൾക്കൊക്കെ നമുക്ക് അടിക്കാം. അപ്പോൾ ഒരു 20 രൂപയ്ക്ക് നമുക്ക് വില വരുള്ളൂ. വില ഗുളികേരം വരുന്ന വില മാത്രമേ വരുള്ളൂ. യെസ്, അത് 25 കിലോ അതിന് താഴെയുള്ള ആടുകളാണെന്നുണ്ടെങ്കിൽ 1/2 മില്ലി, 25ഉം അതിന് മേലെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ 1 മില്ലി. അത് ഇഞ്ചക്ഷനാണ്. നമ്മുടെ കഴുത്തില് തൊലിയുടെ അടിയിലായിട്ടാണ് എടുക്കേണ്ടത്. അത് കൊടുത്താൽ പിന്നെ വേറെ മരുന്ന് കൊടുക്കണ്ട. പിന്നെ പുറമേയൊക്കെ വിട്ട് മേഞ്ഞ് നടന്ന ആടുകളോ അല്ലെങ്കിൽ നമ്മൾ പറമ്പില് വെട്ടി കൊടുക്കണ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്റ്റോഡിൻ എന്ന് പറയുന്ന ഒരു ഗുളിക കിട്ടും. അത് പണ്ടപ്പുഴുവാണ്. ഫാസിനിൽ DS അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്റ്റോഡിൻ. അത് നമ്മൾ വർഷത്തിൽ ഒരു പ്രാവശ്യം കൊടുത്താൽ മതി. ആ മഴക്കാലം തുടങ്ങിയാണ് കഴിയുമ്പോഴേക്കും നമ്മൾ കൊടുത്താൽ മതി. ഡിസ്റ്റോഡിൻ ഒരു ടാബ്ലറ്റ് 100 കിലോ ബോഡി വെയിറ്റിനാണ്. അപ്പോൾ ഒരു 50 കിലോ, ഒരു 30 മുതൽ 50 കിലോ ഒക്കെ ബോഡി വെയിറ്റ് ഉള്ള ആടാണെന്നുണ്ടെങ്കിൽ ഒരു പകുതി ഗുളിക കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ താഴെ ഉള്ളതാണെങ്കിൽ 1/3 കൊടുത്താൽ മതി. വേറെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടാ? ആരെല്ലാം ഒന്ന് കൈ വയ്ക്കാൻ മതി. അപ്പൊ എളുപ്പമായി. ഡിസ്റ്റോഡിൻ കൈത്തീറ്റിയാണ്. പുല്ല് നമുക്ക് ഒരു വലിയ ആടാണെന്നുണ്ടെങ്കിൽ ഒരു നേരം 1.5 മുതൽ 2 കിലോ വരെ പച്ചപ്പുല്ല് കൊടുക്കാം. 2 നേരം പച്ചപ്പുല്ല് കൊടുക്കണം. നമുക്ക് 3 മുതൽ 4 കിലോ പച്ചപ്പുല്ല് കൊടുക്കാം. പിന്നെ പുല്ല് നമ്മൾ ആട് വളർത്തൽ തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത് പുൽകൃഷിയാണ്. പുല്ല് ഇപ്പൊ നമ്മൾ CO3, CO4, CO5 ഒക്കെ കൃഷി ചെയ്യാറുണ്ട്. അപ്പൊ ആട് ഫാമിങ്ങിന് നമുക്ക് കുറച്ചുകൂടിയും നല്ലതാണെന്ന് തോന്നിയിട്ടുള്ളത് CO5 ആണ്. CO3യുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റമ്പ് പെട്ടെന്ന് മൂത്ത് പോകും. അപ്പൊ നമുക്ക് ആടിന് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റാണ്ട് വരും. ആ സ്ഥാനത്ത് CO5 ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു ഏകദേശം ഒരു 4 അടിയോ 3 അടിയോ മാത്രമേ അതുമാതിരി മൂത്ത് പോവുള്ളൂ. മുകളിലേക്ക് വരുന്നത് ആട് തിന്നാവുന്ന രീതിയിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ വിളവിലും ഭയങ്കര വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് 100 ആടിനെ വളർത്തുന്ന ഒരു ഫാമില് ഏകദേശം ഒരു 40-45 സെന്റ് പുല്ല് മതി നമ്മൾ CO5 ആണെങ്കിൽ. നേരെ തിരിച്ച് CO4 ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ 1.25 ഏക്കർ സ്ഥലത്തെ പുല്ല് വേണം. കാരണം CO5 ഒരു ഹെക്ടറിൽ നിന്ന് നമുക്ക് 150 ടണ്ണ് വിളവ് കിട്ടുമ്പോൾ CO5 ആണെന്നുണ്ടെങ്കിൽ 450 ടണ്ണ് കിട്ടും. അത്രമാത്രം വ്യത്യാസമുണ്ട്. അപ്പോൾ CO5 ആണ് നമുക്ക് കുറച്ചുകൂടി ഐഡിയൽ. CO5ഉം CO3 നമുക്ക് തിരിച്ചറിയാം. ഇപ്പൊ പല ആൾക്കാരും CO5 എന്ന് പറഞ്ഞിട്ട് CO3 കൊടുക്കാറുണ്ട്. അപ്പൊ ആ പുല്ല് മുളച്ചു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടിവശത്ത് ഒരു വയലറ്റ് കളർ ഉണ്ടാവും. മുട്ടുകളിൽ വരുന്ന ഫ്രഷ് മുട്ടിലൊക്കെ വയലറ്റ് കളർ ഉണ്ടാവും. CO3 ആണെങ്കിൽ അത് കാണില്ല. CO5 എന്താണ്
ഉറുമ്പ് തലയാറുള്ളില്ല, കൊമ്പുമ്മയാണ്. അത് കൊമ്പ് എന്തേലും ഉവ്വ ഓക്കെ. അത് നമ്മൾ ആടിനെ ഏതെങ്കിലും വെറ്റിനറി ഡോക്ടറെ വിളിച്ചിട്ട് നമ്മൾ മയക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ഗ്രൈൻഡറോ എന്തെങ്കിലും വെച്ച് കറക്റ്റ് നമ്മൾ ആദ്യം ഒരു റൂൾ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് ഗ്രൈൻഡർ വെച്ച് ആ കൊമ്പിന്റെ ഭംഗി പോവാണ്ട് അതേ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ആ മുട്ടി നിൽക്കുന്ന ഭാഗം ഒരു 2 മില്ലിയോ 3 മില്ലിയോ നമ്മൾ ഇങ്ങനെ നൈസായിട്ട് ആ കൊമ്പിന്റെ ഷേപ്പിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കൊമ്പ് അല്ലാണ്ട് മുറിച്ച് കളയണത് നല്ലതല്ല. കാരണം കൊമ്പ് മുറിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മുട്ടനാടാണെങ്കിൽ പിന്നെ ആൾക്കാർ വാങ്ങാനായിട്ട് തയ്യാറാവില്ല. അപ്പൊ അത് തിരിച്ചറിയാത്ത രീതിയിൽ നമുക്ക് ഉള്ളിൽ നിന്ന് കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റും. എന്താണ്? ഇല്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. ആടിനെ കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ആടിനെ കുളിപ്പിക്കാറുണ്ട്. അതായത് മുട്ടനാടുകളെ അല്ലെങ്കിൽ കൊറ്റനാടുകളെ നമ്മൾ വലിയ പെരുന്നാളിന്റെ സമയത്തൊക്കെ വിൽക്കണേക്കാൾ 1 മാസം മുമ്പ് 1.5 മാസം മുമ്പൊക്കെ അതിന്റെ ജടയൊക്കെ ഉണ്ടെങ്കിൽ വെട്ടിക്കളഞ്ഞ് ഷാമ്പു ഒക്കെ ഇട്ടൊന്ന് കുളിപ്പിച്ച് ഇളം വെയിലത്ത് കെട്ടി ഉണക്കി നല്ല ഭംഗി എണ്ണയൊക്കെ ഇട്ട് തേച്ച് നിർത്തും. അത് കാണാനൊരു ഭംഗി ഉണ്ടായിട്ട് എളുപ്പത്തിൽ വിറ്റ് പോകാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ യാതൊരു സർക്കംസ്റ്റൻസിലും നമ്മൾ ആടിനെ കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. നേരെ തിരിച്ച് പെണ്ണാടുകൾ പ്രസവിച്ച് കഴിഞ്ഞാൽ അതിന്റെ പിറകുവശം ഈറ്റം നന്നായിട്ട് വൃത്തിയിൽ നമ്മൾ കഴുകി കളയണം, തിരിച്ച് കൂട്ടിൽ കയറുന്നേക്കാളും മുമ്പ്. അല്ലാന്നുണ്ടെങ്കിൽ ഈറ്റത്തില് വന്നിട്ട് ഈച്ച വന്ന് മുട്ടയിടും, അതിൽ പുഴു വരും. അത് ത്വക്ക് രോഗങ്ങളും പല രീതിയിലാണ് അതിന് കാരണം. അത് നമ്മൾ ഈ ഡൊറാമെക്റ്റിനെ കടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ വളരെ ഓൾമോസ്റ്റ് ഇല്ലാണ്ടാവും. അത് നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ തന്നെ വരില്ല. എന്താ ചെള്ള്, പേന്, പട്ടുണ്ണി, 6 തരം വിരകൾ ഒന്നും ഉണ്ടാവില്ല. പിന്നെ അത് നമ്മള് നേരത്തെ പറഞ്ഞ മാതിരി അത് വട്ടച്ചൊറി അല്ല, ശരിക്കും അതിന് റൗണ്ട് പേൻ എന്നാ പറയാം. അപ്പോൾ തുരിശ് മറ്റേ പ്രൊവിഡോണൈഡിൻ 5% വീതത്തിൽ നമ്മൾ കലക്കിയിട്ട് അവിടെ തേച്ച് കൊടുക്കാം. ഒന്നും പറ്റില്ലെങ്കിൽ തുരിശ് മാത്രമേ കിട്ടിയുള്ളെങ്കിൽ മഞ്ഞപ്പൊടിയും വെളിച്ചെണ്ണയും കൂടി പൊടിച്ച് തേച്ച് കൊടുത്താലും ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ അത് മാറും. അതിന് ഒരു എന്താ പറയാ, ഒരു ചൊറിച്ചിലുണ്ടാവും. അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്യണേ. അപ്പൊ ഇത് നമ്മളതിന് പെരട്ടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇതായി കിട്ടും. അല്ല, അത് നമ്മള് ആ കെട്ടി കുറച്ച് നേരത്തേക്ക് 2 സൈഡില് ഇപ്പൊ ആടിന്റെ സ്വാഭാവികമായിട്ടും കഴുത്തിൽ വട്ട എന്തെങ്കിലും ഉണ്ടാവല്ലോ. അപ്പൊ നമ്മള്